ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് കുഞ്ഞിക്കലത്തപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 3 കപ്പ് അരി നന്നായി കുതിർത്തത്, അതായത് 4 മണിക്കൂർ കുതിർത്ത് വെച്ചത് നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം 1.5 കപ്പ് ചോറ്, 1.5 കപ്പ് പഞ്ചസാര എന്ന അളവിലാണ് എടുക്കേണ്ടത്. 3 കപ്പ്, അതായത് 3 കപ്പ് അരിയാണെങ്കിൽ നേരെ പകുതി അളവിൽ, അങ്ങനത്തെ രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കുക. നന്നായി സമയം എടുത്ത് അരച്ചെടുക്കേണ്ടതാണ്. നന്നായി അരഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായി അരച്ചതിന് ശേഷം നമുക്ക് ഇഡ്ഡലി മാവിൻ്റെ എല്ലാം പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ അധികം ലൂസായതും അല്ല, എന്നാൽ കട്ടിയായതും അല്ല, അങ്ങനത്തെ രീതിയിലുള്ളതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി തയ്യാറാക്കാവുന്നതാണ്. അതിന് നല്ല ചൂട് കട്ടിയുള്ള നല്ല ഉരുളിയോ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുക്കുക. പിന്നെ കുഴി പോലുള്ള പാത്രങ്ങൾ എടുക്കാൻ പാടില്ല. പിന്നെ ഓയിൽ നല്ലോണം ഒഴിക്കാനും പാടില്ല. അപ്പോൾ മുങ്ങുന്ന രീതിയിലല്ല നമ്മൾ ചുടുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഒഴിക്കാനും പാടില്ല. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാമല്ലോ. ഒരു കുഴൽ മാവെടുത്ത് അതിലേക്ക് ഒഴിക്കുക. പിന്നെ ആദ്യം ഫ്ലെയിം കൂട്ടിയെങ്കിലും പിന്നീട് ലോ ടു മീഡിയം ഫ്ലെയിം, അതായത് നന്ന ലോ അല്ല, എന്നാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മെല്ലനെ പൊരിച്ചെടുക്കേണ്ടതാണ്. നിങ്ങൾ ഇളക്കാനോ ഒന്നും പാടില്ല. അതിങ്ങനെ പൊങ്ങുന്ന സമയത്ത് ഇങ്ങനെ നോക്കിക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ നടുവിൽ ഇങ്ങനെ, അപ്പം ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇതായിട്ട് എന്താ പറയുക, നന്നായി പൊങ്ങിയിട്ട് നടുവിൽ മാത്രം അങ്ങനെ ബാക്കിയുണ്ടാവും. അവിടെ നമുക്ക് എന്താക്കണമെന്ന് വെച്ചാൽ ഓയിലിനെ കയ്യിൽ കൊണ്ട് അങ്ങോട്ട് അതിലേക്ക് ആക്കുക. അപ്പോൾ നന്നായി വേവും ചെയ്യും, നല്ലോണം പൊങ്ങിക്കിട്ടുകയും ചെയ്യും. ഇത് മറിച്ചിടാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല കുഞ്ഞിക്കലത്തപ്പം റെഡിയാവും. ഇത് ഗർഭിണികൾക്ക് പിന്നെ 7ാം മാസം നമ്മൾ ഇങ്ങനെ കൊണ്ട് കൊടുക്കുക, അവർക്ക് തിന്നാൻ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണിത്. സൽക്കാര ആചാരങ്ങളിലുള്ള ഒരിതാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പണ്ടം എന്ന് പറഞ്ഞിട്ട് തേങ്ങയുടെ ഒരിതുണ്ടാകും. ഇതിൻ്റെ കൂടെ പണ്ടം എന്ന് പറഞ്ഞിട്ട് തേങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു പണ്ടമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കൂടെ കഴിക്കുക. പിന്നെ ഗർഭിണികളിൽ 7ാം മാസം കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് ഇതാണാണോ പെണ്ണാണോ എന്നൊക്കെ പറയും. അത് മുത്തശ്ശിമാർ വല്യമ്മമാരൊക്കെ പറയുന്നതാണ്. അതൊരു അന്ധവിശ്വാസമാണോ എന്താണോ കാര്യമാണോ ഒന്നൊന്നും നമുക്കറിയില്ല. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയാണ് പറയുക. ഇത് തിന്ന് നോക്കിയിട്ട് പറയും ആ കുട്ടി ആണോ പെണ്ണാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ അറിയില്ല. നമ്മൾ കണ്ണൂർ ഭാഗത്ത് കുറേ കാലം, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഈ സമയത്തെല്ലാം പരീക്ഷിച്ച് നോക്കുന്നതാണ്. നമ്മൾ ഉമ്മമാരൊക്കെ ഇതിന് മുന്നേ എല്ലാം ചുട്ടിട്ടുണ്ടാവും, പക്ഷെ ഞാനായിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോൾ 2ാമത്തെ ഇതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരിക്കൽ ഉണ്ടാക്കിയപ്പോൾ ഇത്ര എന്നാൽ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ അടിപൊളിയായിട്ട് കിട്ടി. അപ്പം നല്ല എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായി. ഇത് ചെറുതായിട്ടും ഷേപ്പ് വലുതായിട്ടും ഏത് രീതിയിലും ആക്കാം. അപ്പോൾ നന്നായി വെന്തിട്ടാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ഞാനിതെല്ലാം കഴിക്കുമ്പോൾ വിചാരിക്കലുണ്ട്, എങ്ങനെയുള്ള ഇതുണ്ടാക്കുന്നത് ഭയങ്കര ഉണ്ടാക്കാൻ പറ്റൂല അങ്ങനെയല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായേ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൻ്റെ അളവും പിന്നെ ഓയിലിൻ്റെ അളവ് പിന്നെ പാത്രം അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ലോണം കുഴിയുള്ള പാത്രം എടുത്താൽ ഒരിക്കലും ഇതുപോലെ ആക്കാൻ പറ്റൂല. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ട്രിക്കുകളാണ് ഇതിനുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചാൽ അതെല്ലാം ഫോളോ ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കുഞ്ഞിക്കലത്തപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് ടൈം എടുത്ത് ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാവുക. അല്ലാതെ പെട്ടെന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടൊന്നും വൃത്തിയിൽ കിട്ടൂല. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ചെയ്താൽ മതി. നിങ്ങളൊന്ന് പരീക്ഷിച്ച് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.